ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ലാബ് എക്സാമിനേഷൻ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഹെലിക്കൽ സ്പ്രിംഗ് 1 ആണ്. അതായത് നമ്മുടെ ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും അതേപോലെ തന്നെ അൺനോൺ മാസുമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ എക്സ്പെരിമെൻറ്റിൻ്റെ നെയിമാണ് ദി ഹെലിക്കൽ സ്പ്രിംഗ് 1 ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ നമ്മൾ എയിമിലോട്ട് പോകുന്നു. എയിം എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എന്താണോ തരുന്നത് അതേ സാധനം എഴുതി വെച്ചാൽ മതിയാവും. ഇവിടെ നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു സ്പ്രിങ്ങിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ്? ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ലോഡും എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ആ ഗ്രാഫിൽ നിന്നും നമ്മൾ എന്തിനെ കണ്ടുപിടിക്കുന്നു? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിനെ കണ്ടുപിടിക്കുന്നു. രണ്ട് മെത്തേഡാണ്. ഇനി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി നമ്മൾ ഒരു സ്പ്രിംഗ് ആണ്. നമുക്കറിയാം ഇതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് സ്പ്രിംഗ് തന്നെയാണ്. നമ്മുടെ ഈ സ്പ്രിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ഹെലിക്കൽ സ്പ്രിംഗ് എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് പറയുന്നത് നമ്മളുടെ ഹെലിക്കൽ സ്പ്രിംഗ് ആണ്. പിന്നെ നമുക്കൊരു വെയിറ്റ് ഹാങ്ങർ വേണം. ഈ വെയിറ്റ് ഹാങ്ങറിലോട്ടാണ് നമ്മൾ ലോഡ് എന്ത് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ എ വെയിറ്റ് ഹാങ്ങർ. ദെൻ സ്ലോട്ടഡ് വെയിറ്റ്. സ്ലോട്ടഡ് വെയിറ്റ് ആണ് 50 ഗ്രാമിൻ്റെ കുറേ കട്ട പോലിരിക്കുന്ന സാധനമുണ്ട്. അതാണ് സ്ലോട്ടഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ സ്ലോട്ടഡ് വെയിറ്റ് ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് അൺനോൺ മാസാണ്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ കല്ലായിരിക്കും സാധാരണ അൺനോൺ മാസോട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, ഒരു ബാറ്ററിയാണ്. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാരറ്റസ് പറയുന്നത്. ഇനി നമുക്കറിയാം ഇതിൻ്റെ തിയറി അറിയണം. കാരണം തിയറി നമുക്ക് എക്സാമിനേഷൻ എഴുതേണ്ടി വരത്തില്ല. പക്ഷേ തിയറി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് വൈവ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തിയറിലോട്ട് പോകുന്നു. +1 ഫിസിക്സിലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓസിലേഷൻ എന്ന ചാപ്റ്ററിനകത്താണ് സ്പ്രിങ്ങിനെ കുറിച്ച് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അക്കോർഡിംഗ് ടു ഹുക്സ് ലോ പ്രകാരം എന്താ മക്കളെ പറയുന്നത്? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ആ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ വെയിറ്റ് ആണ്. ഓക്കെ അല്ലേടാ? ദെൻ കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെയിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്തുമാത്രം അത് എക്സ്റ്റെൻഡ് ചെയ്തു, അതിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പ്രിങ് കാണും. ആ സ്പ്രിങ്ങിനകത്ത് നമ്മൾ മാസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നേരത്ത് ആ സ്പ്രിങ് എന്ത് ചെയ്യുന്നു? താഴോട്ട് പോകുന്നു. അതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സ്ലോട്ടഡ് വെയിറ്റ് ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? നമ്മളുടെ വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് M×G ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് എങ്ങനെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം മക്കളെ? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും ഫോഴ്സ് ഡിവൈഡ് ബൈ എക്സ്റ്റൻഷൻ ചെയ്താൽ മതി. ഫോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇട്ട് കൊടുക്കുന്ന വെയിറ്റ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആയിരിക്കും. അതേപോലെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും? അത് ഇതുമാത്രം താഴോട്ട് വന്നു. ആ എക്സ് ആണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ അൺനോൺ മാസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഈ ഒരു ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ എന്തിനെ കണ്ടുപിടിക്കാൻ പോകുന്നു? അൺനോൺ മാസിനെ കണ്ടുപിടിക്കാൻ പോകുന്നു. കാരണം നമുക്കിപ്പോൾ K വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്റ്റൻഷൻ ഡിവൈഡഡ് ബൈ G ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺനോൺ മാസിനെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നീട് എല്ലാവരും ഭയപ്പെടുന്ന ഒരു സംഗതിയാണ് ടാബുലാർ കോളം. കുറേ ടാബുലാർ കോളം ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ബൈഹാർട്ട് ചെയ്യും മക്കളെ? ഒരു ടാബുലാർ കോളവും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കാണാതെ പഠിക്കാൻ പാടില്ല. നമ്മളുടെ തിയറി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ? ടാബുലാർ കോളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊരു ടാബുലാർ കോളം കാണുന്നത് ഇത് കാണാൻ പഠിക്കരുത്. ആദ്യമായി തന്നെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ലോഡ് വേണം, അതിന് എക്സ്റ്റൻഷൻ വേണം. ആ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്? വളരെ സിമ്പിളാണ്. ആദ്യം നമ്മളൊരു മാസിന് ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ലോഡഡ് മാസ്, അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ എന്തായിരിക്കും വരുന്നത്? ലോഡഡ് മാസാണ്. നമ്മൾ എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ലോഡ് വേണമെങ്കിൽ നമുക്ക് ആ കോളത്തിൽ ലോഡ്, ഫസ്റ്റ് കോളത്തിൽ ലോഡായിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഡ് ഇട്ട് കൊടുത്ത എക്സ്റ്റൻഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ സെക്കൻഡും തേർഡും കോളത്തിൽ എന്തായിരിക്കും? എക്സ്റ്റൻഷനാണ്. ഓൺ ലോഡിങ് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ ഉണ്ടാവും. നമ്മൾ ആ ഓരോ മാസിനെ അൺലോഡ് ചെയ്യുമ്പോൾ മുകളിലോട്ട് പൊങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഓൺ ലോഡിങ്ങിലും അൺലോഡിങ്ങിലുള്ള പോയിന്റ് റീഡിങ് എഴുതി വെക്കുക. എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുന്ന് നമുക്ക് എന്താണ് എന്തുമാത്രം താഴോട്ട് പോയി എന്ന് മീനും നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ലോഡിങ്ങിലും അൺലോഡിങ്ങിലുള്ള ആ പോയിന്റ് റീഡിങ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് എന്താ വേണം? എക്സ്റ്റൻഷൻ വേണം അല്ലേ? എക്സ്റ്റൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമ്മളൊരു റഫറൻസ് പോയിന്റ് എടുത്തായിരുന്നു. ഡെഡ് മാസ് കെട്ടിത്തൂക്കിയിടുമ്പോൾ നമുക്ക് റഫറൻസ് പോയിന്റ് കിട്ടും. ആ റഫറൻസ് പോയിന്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ മാസം നമ്മൾ ഇട്ട് കൊടുക്കാൻ നേരത്ത് 0.05 ഇട്ട് കൊടുക്കുമ്പോൾ എന്തുമാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്നു കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ 0.1 ഇട്ട് കൊടുക്കുമ്പോഴും എന്തുമാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്നു കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ 0.15 ഇട്ട് കൊടുക്കുമ്പോഴും എന്തുമാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത കോളത്തിൽ എന്തായിരിക്കും വരുന്നത്? എക്സ്റ്റൻഷൻ ആയിരിക്കും വരുന്നത്. ലാസ്റ്റ് കോളത്തിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ സിമ്പിളാണ്. ആദ്യം എന്ത് വരും? നമ്മൾ ഇട്ട് കൊടുക്കുന്ന ലോഡ് വരും. ലോഡിനനുസരിച്ചുള്ള പോയിന്റ് റീഡിങ് ഓൺ ലോഡിങ്ങും അൺലോഡിങ്ങും നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ മീൻ വാല്യൂ എടുക്കുന്നു. ദെൻ
അത് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കുന്നു. എക്സ്റ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് ആരെ കണ്ടുപിടിക്കാം? സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. മക്കളെ, നമ്മൾ ടാബുലാർ കോളം അടിപൊളിയായിട്ട് കണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ്? എക്സ്റ്റൻഷൻ എഴുതുന്നു, ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്ത ലോഡ് എഴുതുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷനും ലോഡ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊരു ഗ്രാഫ് വരക്കുന്നു. ആ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എക്സ്റ്റൻഷൻ വേഴ്സസ് ലോഡ് ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് അല്ലേ മക്കളെ? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലാബിൽ പോയിട്ട് നമുക്ക് ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് ഉപയോഗിച്ചുള്ള ആ റീഡിംഗ് ഒക്കെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഓടി വരാം. അപ്പോൾ മക്കളെ, നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഹെലിക്കൽ സ്പ്രിംഗ് ആണ്. ഹെലിക്കൽ സ്പ്രിങ്ങിനകത്ത് നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് ഹെലിക്കൽ സ്പ്രിംഗ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 2 മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡാണ്. ടാബുലാർ കോളത്തിൽ നിന്നും അതേപോലെ തന്നെ നമ്മളുടെ ഗ്രാഫിൽ നിന്നും നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അൺനോൺ മാസും കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ദി സ്പ്രിംഗ് കണ്ടുപിടിക്കാൻ പോകുന്നു. റെഡി? നോക്കിയാലോ? യെസ്. അപ്പോൾ നമ്മുടെ അപ്പാറ്റസ് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ അപ്പാറ്റസ് വരുന്നത് നമ്മുടെ ഹെലിക്കൽ സ്പ്രിംഗ് ആണ്. നിങ്ങളിവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് റീഡിംഗ് എടുക്കാൻ വേണ്ടി ഇവിടെ സ്കെയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ദെൻ നമ്മുടെ ഡെഡ് മാസ് ആണ്. ഇതാണ് നമ്മുടെ ഡെഡ് മാസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ എന്താണ്? എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കണം. നമ്മുടെ ലോഡ് എന്ത് ചെയ്യുന്നു? ഡെഡ് മാസ് ഇടുന്നു. അതിനുശേഷം ഓരോ ലോഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകണം? എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ടാബുലാർ കോളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാബുലാർ കോളത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ടാബുലാർ കോളത്തിൽ വരുന്നത് മാസാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് ഇടുന്ന മാസാണ് ആദ്യം കാണുന്നത്. നിങ്ങളുടെ കാണുന്നുണ്ട് M0 + 0.05 എന്നാണ് ആദ്യം കാണുന്നത്. ഈ M0 എന്ന് പറയുന്നത് ഡെഡ് മാസ് ആണ്. നമ്മുടെ ഈ ഹാങ് ചെയ്തിരിക്കുന്ന മാസിനാണ് ഡെഡ് മാസ് എന്ന് പറയുന്നത്. ഇതിന്റെ മാസ് 50 ഗ്രാം ആയിരിക്കും. ദെൻ അതിനുശേഷം വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ലോഡിങ്, അതേപോലെ തന്നെ അൺലോഡിങ്. അതായത് നമ്മൾ വെയിറ്റ് ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴുള്ള റീഡിംഗ് ആണ് നമ്മൾ അവിടെ എഴുതാനായിട്ട് പോകുന്നത്. അതിനുശേഷം ആ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും ഉള്ളതിന്റെ മീൻ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ദെൻ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കണം. നമുക്ക് എക്സ്റ്റൻഷൻ ആണ് വേണ്ടേ അല്ലേ? എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നു. ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ എന്തെടുക്കുന്നു? നമ്മുടെ ഡെഡ് മാസ് എടുക്കുന്നു. ഡെഡ് മാസ് നമുക്ക് എന്ത് ചെയ്യാം? ഹാങ് ചെയ്യാം. ദെൻ ഡെഡ് മാസ് നമ്മൾ ഹാങ് ചെയ്യുന്നു. യെസ്. അപ്പോൾ ഫസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, 50 ഗ്രാം ആണ്. ഈ 50 ഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇട്ട് കൊടുക്കുന്നു. 50 ഗ്രാം ഇട്ട് കൊടുക്കുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്തുമാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൂടെ കാണാൻ പറ്റും. 25 സെന്റിമീറ്റർ ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ ടാബുലാർ കോളത്തിൽ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത മാസം എടുക്കുക. 50 ഗ്രാം ആണ്. എഗെയിൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യുമ്പോൾ എഗെയിൻ നമ്മൾ എക്സ്റ്റൻഷൻ കൂടുകയാണ്. നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് 31 സെന്റിമീറ്റർ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. മക്കളെ, നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അൺലോഡിങ്ങിനുള്ള റീഡിംഗ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വെച്ചിട്ട് തന്നെ അതേ റീഡിംഗ് തന്നെ അൺലോഡിങ് നിങ്ങൾ എഴുതിയാൽ മതി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാസ് നമ്മൾ എന്ത് എടുത്ത് മാറ്റുന്നു. അപ്പോൾ 0.1 അൺലോഡ് ചെയ്യുമ്പോൾ ഉള്ള റീഡിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് നോട്ട് ചെയ്യുക. മുമ്പത്തെ അതേ റീഡിംഗ് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്താ കിട്ടിയിരിക്കുന്നത്? 25 ആണ് കിട്ടിയിരിക്കുന്നത്. സെയിം റീഡിംഗ് തന്നെ കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 2 റീഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഈ 2 റീഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് ടാബുലാർ കോളം വെച്ചിട്ട് നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാം? സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നേരെ ടാബുലാർ കോളത്തോട്ട് പോകാം. മക്കളെ, അപ്പോൾ നമ്മുടെ റീഡിംഗ് ഒക്കെ നമ്മൾ എടുത്തായിരുന്നു അല്ലേ? അവിടെ ഞാൻ 2 റീഡിംഗ് ആണ് നിങ്ങളെ കാണിച്ചത്. ഒരു മാസം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു റീഡിംഗ് കൂടി എടുത്തായിരുന്നു. കാരണം നമ്മുടെ സ്കൂളിൽ 2-3 മാസം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 മാസം ഇപ്പോൾ ഓൾറെഡി ആ സ്ത്രീക്ക് താഴെ എത്തി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ റീഡിംഗ് വെച്ച് അവസാനിപ്പിച്ചു. 3 റീഡിംഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവസാനത്തെ റീഡിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമ്മുടെ ടാബുലാർ കോളത്തിൽ എഴുതണം അല്ലേ? ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ആ റീഡിംഗ് ഓൺ ദ പോയിന്റ്. ഡെഡ് മാസ് ഇട്ട് കൊടുത്തപ്പോഴുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം അത് 19 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഡെഡ് മാസ് ഇട്ട് കൊടുത്തപ്പോൾ കിട്ടിയ റീഡിംഗ് എന്ന് പറയുന്നത് 19 സെന്റിമീറ്റർ ആയിരുന്നു. ഇനി അതിനുശേഷം നമ്മൾ ഓരോ സ്ലോട്ടഡ് വെയിറ്റ് ഇട്ട് കൊടുത്തല്ലേ? ആദ്യം ഇട്ട് കൊടുത്തത് 50 ഗ്രാം ആണ്, അല്ലെങ്കിൽ 0.05 കിലോഗ്രാം ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തിട്ട് കൊടുത്തു? M0 ഡെഡ് മാസ് ആണ്. ഡെഡ് മാസ് പ്ലസ് 0.05 ഇട്ട് കൊടുത്തപ്പോൾ എന്തുമാത്രമാണ് അത് താഴോട്ട് വന്നത്? നമ്മൾ ആ പോയിന്റ് റീഡിംഗ് നമ്മൾ കണ്ടതാണ്. 25 സെന്റിമീറ്റർ ആണ് ഓൺ ലോഡിങ്ങിൽ നമ്മൾ കണ്ടത്. അൺലോഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടി? 25 സെന്റിമീറ്റർ തന്നെ കിട്ടി. ഓക്കെ, ആദ്യം നിങ്ങൾ ലോഡിങ്ങിൽ എഴുതിയിട്ട് അതിന് ശേഷമാണ് അൺലോഡിങ് എഴുതുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ മീൻ വാല്യൂ 25 തന്നെയാണ്. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് എക്സ്റ്റൻഷൻ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കുന്നത്? ഡെഡ് മാസ് ഇട്ടപ്പോൾ ഒരു പോയിന്റ് റീഡിംഗ് ഉണ്ടായിരുന്നു 19 ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഈ 50 ഗ്രാം ഇട്ട് കൊടുത്തപ്പോൾ എന്തുമാത്രം താഴോട്ട് പോയി? ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ.
അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഫൈനൽ വാല്യൂ നമുക്കറിയാം 25 സെന്റിമീറ്റർ ആണ്. ഈ 25 സെന്റിമീറ്ററിൽ നിന്നും മുമ്പത്തെ 19 കുറച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം താഴോട്ട് പോയെന്ന് കിട്ടത്തില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ എത്ര കിട്ടിയടാ? 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതിൽ നിന്നും നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നു. എങ്ങനെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്? mg ഡിവൈഡഡ് ബൈ എന്താണ്? x ആണ്. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തുമാത്രം ലോഡ് ആഡ് ചെയ്തു? 0.05 ആണ്. എം എന്ന് പറയുന്നത്, ജി എന്ന് പറയുന്നത് 9.8 ആണ്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.082 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ എന്ന് ഫസ്റ്റ് റീഡിങ് കിട്ടി. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? 50 ഗ്രാം മാറ്റി 50 ഗ്രാമിൻ്റെ കൂടെ പിന്നെ ഒരു 50 ഗ്രാം ഇട്ട് കൊടുത്തു. 100 ഗ്രാം അല്ലേ? 100 ഗ്രാം ലോഡ് ആഡ് ചെയ്തപ്പോഴുള്ള നമ്മുടെ പോയിന്റ് റീഡിംഗ് ആണ് 31 സെന്റിമീറ്റർ. ലോഡ് ചെയ്തപ്പോഴും അൺലോഡ് ചെയ്തപ്പോഴും എനിക്ക് 31 സെന്റിമീറ്റർ തന്നെയാണ് കിട്ടിയത്. അതിൻ്റെ മീൻ വാല്യൂ എടുക്കുക. ദെൻ നമ്മൾ അതുപയോഗിച്ചുകൊണ്ടും എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കുന്നു. എന്ത് ചെയ്താൽ മതി? 31 നിന്നും എന്ത് കുറച്ചാൽ മതി? 19 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുകൂടാ? 12 ആയിരിക്കും കിട്ടുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടും സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചു. ദെൻ ഞാൻ നമ്മൾ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു സ്ലോട്ടഡ് വെയിറ്റും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ കിട്ടിയ റീഡിംഗ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 150 ഗ്രാം ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ റീഡിംഗ് 37 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ ആവറേജ് 37 സെന്റിമീറ്റർ കിട്ടി. ദെൻ അതിൻ്റെ എക്സ്റ്റൻഷൻ 18 സെന്റിമീറ്റർ ആണ്. അവിടെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0.082. ഇനി നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഈ വാല്യൂവിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്പ്രിംഗ് പക്കാ സ്പ്രിംഗ് ആയതുകൊണ്ട് നമുക്ക് ഈ റീഡിംഗ് ഒക്കെ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാം. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.082 ആണ്, അല്ലെങ്കിൽ 8.2 ന്യൂട്ടൺ പെർ മീറ്റർ. ഇത് സെന്റിമീറ്ററിലാണ്. മീറ്റർ ആക്കാൻ വേണ്ടി 10 സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. പെർ സെന്റിമീറ്റർ ആണ്. അപ്പോൾ 10 സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. 8.2 ആണ് നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്തുപയോഗിച്ച് കിട്ടിയിരിക്കുന്നത്? ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് ഉപയോഗിച്ച് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ മക്കളെ? മനസ്സിലായില്ലേ? റെഡി. അപ്പോൾ മക്കളെ, നമ്മൾ ടാബുലാർ കോളം സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഗ്രാഫിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഗ്രാഫ് എല്ലാവർക്കും പാടുള്ള കാര്യമല്ലേ? അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ വളരെ വളരെ എന്താണ്? സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരിടത്ത് എന്തായിട്ട് കൊടുക്കുന്നത്? യെസ്, നമ്മളിവിടെ എക്സ്റ്റൻഷൻ ആണ് ഇവിടെ ഇടുന്നത്. ഇവിടെയാണ് നമ്മുടെ ലോഡ് ഇടുന്നത്. അപ്പോൾ എക്സ് ആക്സിൽ ലോഡും വൈ ആക്സിൽ നിങ്ങൾ എക്സ്റ്റൻഷൻ മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ എക്സ്റ്റൻഷൻ നമ്മുടെ ഐഡിയ ഉണ്ടല്ലേ? എക്സ്റ്റൻഷൻ നമുക്ക് എത്ര കിട്ടിയത്? മുമ്പത്തെ നമ്മൾ ടാബുലാർ കോളത്ത് നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുന്നത് 6, 12, 18 ആണ് അല്ലേ? 6 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 18 സെന്റിമീറ്റർ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത മാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 0.05, 0.1, 0.15 ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്ത മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സ്കെയില് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 0.025 എന്താണ്? കിലോഗ്രാം ആണ്. ശ്രദ്ധിക്കുക, കിലോഗ്രാം ആണ്, എന്തല്ല, ഗ്രാം അല്ല. ഓക്കെ അല്ലേ? റെഡി. അടുത്ത് നമ്മൾ വൈ ആക്സിസ് നോക്കുകയാണെങ്കിൽ എത്രയാണ്? 1 ഡിവിഷൻ ഇസ് ഈക്വൽ 2 സെന്റിമീറ്റർ. ഈ 0.025 കിലോഗ്രാം എന്ന് പറയുന്നത് 25 ഗ്രാം ആണ് കേട്ടോ. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ആക്സിൽ നമുക്ക് വേണ്ട ആൾക്കാരെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ഒരു ഡിവിഷൻ 0.025 ആണ്. 0.025, 0.05, 0.075, 0.1, 0.125, 0.150, 0.175 ഇതാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന എന്താണ്? സ്കെയിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതേപോലെ തന്നെ നമ്മൾ എക്സ് ആക്സിൽ വൈ ആക്സിൽ മാർക്ക് ചെയ്യുന്നു എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ സിമ്പിൾ ആണ്. നമുക്കറിയാം 2, 4, 6 നിർത്താൻ മതി അല്ലേ? 2 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6, 8, 10 അങ്ങനെ 18 വരെ പോകുന്നുണ്ട്. 18 സെന്റിമീറ്റർ എടുത്തു. ഇനി ഓരോ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക, ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് കിട്ടിയതാണ് 6 അല്ലെങ്കിൽ 0.05 കറസ്പോണ്ടിങ് ആയിട്ട് 6 ആണ് എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 0.05 എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 ഫസ്റ്റ് പോയിന്റ് കിട്ടി. ദെൻ സെക്കൻഡ് പോയിന്റ് 0.1 കിലോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.1 കിലോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് 12 ആണ് കിട്ടിയിരിക്കുന്നത്. 0.15 കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 18 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്? സിമ്പിളി നിങ്ങൾ എന്തെടുത്താൽ മതി? നമുക്കറിയാം സ്പ്രിംഗ് കോൺസ്റ്റന്റ് K ഇസ് ഈക്വൽ ടു മക്കളെ എന്താടാ? m/g എന്താണ്? L ആണ്. എം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മാസാണ്. നമ്മുടെ മാസം എന്ന് വെച്ചാൽ ആക്ച്വലി എക്സ് ആക്സിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സ്ലോപ്പ് പോലെ എടുക്കുക. അവിടെ നിങ്ങൾ AB വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ മാസം എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് BC ആണ്. BC നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ K ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം K ഇസ് ഈക്വൽ ടു AB ബൈ എന്താണ്? BC അല്ലെങ്കിൽ CB ഇൻറ്റു എന്താണ്? G. മക്കളെ m/g എന്താണ്? L എന്ന് വെച്ചാൽ എന്താണ്? CB ആണ്. വൈ ആക്സിൽ കിടക്കുന്നതാണ്. AB മാസാണ്. അത് എക്സ് ആക്സിൽ കിടക്കുന്നതാണ്. ദെൻ ഈ ഇക്വേഷനിൽ നിന്നും
എ ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു 0.05 ആണ് 0.05 ആണ്. അതേപോലെ ജിയുടെ വാല്യൂ 9.8 ആണ്. സി ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.082. മുമ്പത്തെ അതേ വാല്യൂ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ 8.2 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് നമുക്കിവിടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്, ഗ്രാഫിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ടാബുലാർ കോളത്തിൽ നിന്നും 8.2 കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രാക്ടിക്കൽ ലാബിലോട്ട് പോകാം. നമ്മൾ എന്തിനെ കണ്ടുപിടിക്കാൻ പോവാണ്, അൺനോൺ മാസിനെ കണ്ടുപിടിക്കാൻ പോവാണ്. മക്കളെ, നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ബോഡിയുടെ മാസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അൺനോൺ മാസിനെ കണ്ടുപിടിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ബാറ്ററി ആണ്, നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ കല്ലൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഡെഡ് ലോഡ് കണ്ടോടാ, ഈ ഹാങ്ങറിലോട്ട് ജസ്റ്റ് ഇവനെ ഒന്ന് ഹാങ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പോലെ തന്നെ ഇങ്ങനെ ഒന്ന് കെട്ടി തൂക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റീഡിങ് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം നമുക്ക് കിട്ടിയിരിക്കുന്നത് 23.5 സെന്റിമീറ്റർ ആണ്. ഈ റീഡിങ് നിങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചോളാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷം സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓൾറെഡി അറിയാം. നമുക്ക് ആരെ കണ്ടുപിടിക്കാം, അൺനോൺ മാസ് കണ്ടുപിടിക്കാം. നേരെ അങ്ങോട്ട് പോകാം മക്കളെ. അപ്പോൾ നമ്മൾ അൺനോൺ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ ബാറ്ററി ഇങ്ങനെ കെട്ടി തൂക്കിയപ്പോൾ നമുക്കൊരു ഒരു പോയിന്റ് റീഡിങ് കിട്ടിയായിരുന്നു അല്ലേ? എത്രയാണ് നമ്മുടെ കിട്ടിയ പോയിന്റ് റീഡിംഗ് എന്ന് പറയുന്നത് 23.5 ആണ്. ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും ആ റീഡിംഗ് തന്നെ എഴുതിയാൽ മതി. 23.5 ആണ് അല്ലേ? ഇനി അതിൻ്റെ മീൻ വാല്യൂ എടുത്താലും 23.5 കിട്ടും. അവിടെയും എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കണം. ആ മാസ് നമ്മൾ ഇട്ട് കൊടുത്തപ്പോഴുള്ള എക്സ്റ്റൻഷൻ കണ്ടുപിടിച്ചു. എത്രയാണ്, 4.5 ആണ്. 5 സെന്റിമീറ്റർ ആണ് അവിടുത്തെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അൺനോൺ മാസിനെ കണ്ടുപിടിക്കാം. അൺനോൺ മാസിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, M = K × എക്സ്റ്റൻഷൻ ഡിവൈഡഡ് ബൈ എന്താണ്, ആക്സിലറേഷൻ ഗ്രാവിറ്റി ആണ്. K വാല്യൂ ഓൾറെഡി കിട്ടി 8.2 ആണ് അല്ലേ? 8.2 K വാല്യൂ കിട്ടി. എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുന്നത് 4.5 ആണ്. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 4.5 × 10⁻² ചെയ്യുക. ഡിവൈഡ് ബൈ ജിയുടെ വാല്യൂ 9.8 ആണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇൻ കിലോഗ്രാമിലാണ്. 0.038 കിലോഗ്രാം, ഏകദേശം ഒരു 38 ഗ്രാമാണ് ആ ബാറ്ററിയുടെ എന്തെന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ബൈ കാൽക്കുലേഷൻ നമുക്ക് കിട്ടിയത് 8.2 ആണ്. ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കിട്ടിയിരിക്കുന്നത് എന്ത് തന്നെയാണ്, 8.2 ആണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ എക്സ്പെരിമെന്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവസാനത്തെ പരിപാടി എന്താണ്, എല്ലാം കൂടെ പറക്കി എഴുതുക, റിസൾട്ട് ആണ് അല്ലേ? അപ്പോൾ ലാസ്റ്റത്തെ റിസൾട്ട് നമ്മൾ പോകാൻ പോകുന്നു. റിസൾട്ടിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ബൈ കാൽക്കുലേഷൻ നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ച് 8.2 ആണ്. അതേപോലെ തന്നെ ലോഡ് എക്സ്റ്റൻഷൻ്റെ ഗ്രാഫ് ഉപയോഗിച്ചും സ്പ്രിംഗ് കോൺസ്റ്റന്റ് കിട്ടി 8.2 ആണ്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പറയാം, ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് നമുക്ക് എന്ത് കിട്ടി, സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. F is proportional to x ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. ദെൻ മാസ് ഓഫ് ദി ഗിവൺ ബോഡി ബൈ എന്താണ് കാൽക്കുലേഷൻ നമുക്ക് എന്ത് കിട്ടി, 0.038 കിലോഗ്രാം എന്നും നമുക്കവിടെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ഹെലിക്കൽ സ്പ്രിംഗ് 1 സെറ്റായില്ലേ മക്കളെ? അപ്പോൾ ഇനി എന്ത് എക്സ്പെരിമെൻറ്റ് വേണമെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ലാബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, ബൈ ബൈ.